മാർത്തോമാ സഭയിൽ നിന്ന് ആയിരക്കണക്കിന് കുടുംബങ്ങൾ കേരളത്തിലെ പെന്തക്കോസ്ത് സഭകളിലേക്ക് ചേക്കേറുവാൻ മുഖാന്തരമായത് മാർത്തോമാ സഭയിലെ വൈദികർക്കുണ്ടായ ആശയപരമായ ഈ വ്യതിയാനം കൊണ്ടാണ് സംഭവിച്ചത് എന്ന് എത്ര പേർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയത്തില്ല. ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ ഒരു വാർത്തയുണ്ട്. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പ്രമുഖരായ 8 ബിഷപ്പുമാർ വത്തിക്കാനിലെത്തി പോപ്പുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വാർത്തയാണിത്. സഭായിക്യ സംഭാഷണങ്ങൾ മാർപ്പാപ്പയുമായി നടത്തിയെന്നാണ് വാർത്തയിലുള്ളത്. മലയാള മനോരമയുടെ വാർത്തയിൽ ഇപ്രകാരം നമ്മൾ കാണുന്നു: സഭാ ഐക്യ ബന്ധത്തിന്റെ ഭാഗമായി മാർത്തോമാ സഭയും ആഗോള കത്തോലിക്ക സഭയും ആരംഭിച്ച ഡയലോഗിന്റെ തുടർച്ചയായാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മാർത്തോമാ സഭയുടെ എപ്പിസ്കോപ്പൽ സിനഡ് അംഗങ്ങളെ കൂടിക്കാഴ്ചയ്ക്കായി ക്ഷണിച്ചത്. മാർത്തോമാ സഭ മെത്രോപോലിത്തയുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർ ജോസഫ് മാർ ബർന്നബാസ് സഫ്രഗൻ മെത്രോപോലിത്തയാണ് പ്രതിനിധി സംഘത്തെ നയിച്ചത്. ഇതാണ് വാർത്തയുടെ ചുരുക്കം. ഈ വാർത്ത കത്തോലിക്ക സഭയുടെ പ്രസിദ്ധീകരണങ്ങളിലൊന്നായ പ്രവാചക ശബ്ദത്തിൽ ഇപ്രകാരമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം മാത്രം പറയട്ടെ. അവർ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വന്ന് മേശയ്ക്കരികിൽ ഇരിക്കും എന്ന മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ കുർബാനയിൽ നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കുവാൻ കഴിയുന്ന ദിവസം വേഗം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതായും പാപ്പ പറഞ്ഞു. ഇവിടെ യേശു കർത്താവ് മത്തായി സുവിശേഷത്തിൽ പറഞ്ഞ ഭാഗം ഇപ്രകാരമാണ്: കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗ രാജ്യത്തിൽ പന്തിയിലിരിക്കുമെന്ന് ആണ് കർത്താവ് പറഞ്ഞത്. എന്തായാലും സ്വർഗരാജ്യത്തിൽ ഇരുന്നില്ലെങ്കിലും മാർപ്പാപ്പയുടെ കൂടെ പന്തിയിലിരിക്കുവാൻ മാർത്തോമാ സഭയുടെ 8 തിരുമേനിമാർക്ക് അവസരം ലഭിച്ചതിൽ സഭാജനങ്ങൾ സന്തോഷിക്കുന്നുണ്ടാകാം. വലിയ ഇടയന്മാർക്ക് ലഭിച്ചത് ഭാഗ്യകരമായൊരവസ്ഥയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ നവീകരണ സഭയാണ് മലങ്കര സുറിയാനി മാർത്തോമാ സഭ. കിഴക്കിൻ്റെ സംസ്കാരവും പടിഞ്ഞാറിൻ്റെ ദൈവശാസ്ത്രവുമാണ് മാർത്തോമാ സഭയുടെ അടിത്തറ. അതായത് പാശ്ചാത്യ മിഷണറിമാരിലൂടെ ഭാരതത്തിലേക്ക് വന്ന പ്രൊട്ടസ്റ്റൻ്റ് ദൈവശാസ്ത്രവും അതോടൊപ്പം തന്നെ ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യ സംസ്കാരവും ഒരേ രീതിയിൽ സമ്മേളിച്ചിരിക്കുന്ന ഒരു സഭയാണ് മാർത്തോമാ സഭയെന്ന് പറയാം. ഇപ്പോൾ സഭയുടെ മേലധ്യക്ഷന്മാർ കത്തോലിക്ക സഭയുമായി സഭായിക്യ ചർച്ച നടത്തുകയും ഭാവിയിൽ കത്തോലിക്ക സഭയുടെ ഒരു റീത്തായിട്ട് മാർത്തോമാ സഭ മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന്, അങ്ങനെയുള്ളൊരു വിദൂര സാധ്യതയുണ്ടോ എന്നുള്ള സംശയം ഉന്നയിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത്. മലങ്കര കണ്ട ഏറ്റവും വലിയ നവീകരണ വീരനായ പാലക്കുന്നത്ത് ഏബ്രഹാം മൽപ്പാൻ്റെയും മലങ്കര സഭയിൽ ഉണർവിൻ്റെ അഗ്നി പടർത്തിയ പുഞ്ചമണ്ണിൽ മാമനുപദേശിയുടെയും ആശ്വാസഗാനങ്ങളിലൂടെ മലയാളി ക്രൈസ്തവ ഭവനങ്ങളെ ഭക്തിസാന്ദ്രമാക്കിയ സാധു കൊച്ചുകുഞ്ഞുപദേശിയുടെയും സഭയാണ് മാർത്തോമാ സഭ. മാത്രവുമല്ല, പമ്പയുടെ കുഞ്ഞോളങ്ങൾക്കും അവിടുത്തെ മണൽത്തരികൾക്കും പറയുവാൻ ഒരു വലിയ ചരിത്രമുണ്ട്. മാരാമൺ കൺവെൻഷൻ്റെ ചരിത്രം. ആത്മീയ നവോത്ഥാനത്തിലേക്കും ആത്മീയ അനുഗ്രഹങ്ങളിലേക്കും പശ്ചാത്താപത്തിലേക്കും നിലവിളിയിലേക്കും സഭാ നവീകരണത്തിലേക്കും ആത്മീയ ഉണർവിലേക്കുമൊക്കെ മലങ്കരയിലെ ക്രൈസ്തവരെ നയിച്ച മാരാമൺ കൺവെൻഷൻ്റെ പാരമ്പര്യം അവകാശപ്പെടുവാൻ പറ്റുന്ന സഭയാണ് മാർത്തോമാ സഭ. സുവിശേഷത്തിൻ്റെ പ്രവാഹം സൃഷ്ടിച്ച പമ്പാ നദീതീരവും മാരാമൺ കൺവെൻഷനുമൊക്കെ പാരമ്പര്യമായി അവകാശപ്പെടുവാൻ പറ്റുന്ന ഈ സഭയുടെ ഇപ്പോഴത്തെ പോക്കിനെക്കുറിച്ച് ആശങ്കയുള്ള സഭാജനങ്ങൾ ധാരാളമുണ്ട്. സഭ ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? എവിടേക്കാണ് സഭയുടെ പ്രയാണം? സഭാജനങ്ങളിൽ ചിലരെങ്കിലും ആശങ്ക പങ്കിടുന്നുണ്ട്. നിരന്തരമായി ഈ ദിവസങ്ങളിലുള്ള സഭയുമായി ബന്ധപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ ഇത് ചർച്ചാ വിഷയമായി കഴിഞ്ഞിരിക്കുന്നു. തിരുമേനിമാരുടെ വത്തിക്കാൻ സന്ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാർത്തോമാ സഭയുടെ ആരംഭത്തെക്കുറിച്ചും സഭയുടെ പാരമ്പര്യത്തെക്കുറിച്ചും സഭയുടെ ആത്മീയ കാഴ്ചപ്പാടുകളിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചും എനിക്ക് പറയുവാനുള്ള കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ക്രൈസ്തവ സമൂഹങ്ങളിലൊന്നാണ് കേരളത്തിലെ സുറിയാനി ക്രൈസ്തവർ. ആ സുറിയാനി ക്രൈസ്തവരെ മുഴുവൻ കൂടെ കത്തോലിക്ക സഭയുടെ തട്ടകത്തിൽ കൊണ്ടുപോയി കെട്ടുവാനുള്ള ഒരു പരിശ്രമം നടന്നപ്പോൾ അതിനെതിരെ ഇവിടുത്തെ സഭ ഉണർന്നെഴുന്നേൽക്കുകയും കൂനൻ കുരിശ് സത്യത്തിലൂടെ കത്തോലിക്ക സഭയുടെ നുകത്തെ കുടഞ്ഞെറിയുകയും ചെയ്ത ഒരു വലിയ ചരിത്രമുള്ള സഭയാണ് കേരളത്തിലെ ക്രൈസ്തവ സഭ. ആ സഭയിൽ
കാലാകാലങ്ങളിൽ ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് പാലക്കുന്നത്ത് ഏബ്രഹാം മൽപ്പാൻ. പാലക്കുന്നത്ത് ഏബ്രഹാം മൽപ്പാൻ കോട്ടയം പഴയ സെമിനാരിയിലെ സുറിയാനി അധ്യാപകനായിരുന്നു. ആത്മീയ വെളിച്ചം പ്രാപിച്ച ആ ഭക്തനായ മനുഷ്യൻ ദൈവവചനത്തിലേക്കും വേദപുസ്തകത്തിൻ്റെ തെളിമയുള്ള ഉപദേശങ്ങളിലേക്കും സഭയെ ഒരു നവീകരണത്തിലേക്ക് നയിക്കണമെന്ന ദർശനം പ്രാപിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ അദ്ദേഹം ചെറിയ നിലയിൽ ആരംഭിച്ചു. അതിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് കേരളത്തിൽ മാർത്തോമാ സഭയെന്ന് പറയുന്ന നവീകരണ സഭ ഉടലെടുക്കുന്നത്. മാരാമൺ പള്ളിയിൽ വികാരിയായിരുന്ന ഏബ്രഹാം മൽപ്പാൻ നവീകരണ ആശയങ്ങൾ പൂർണ്ണ ബോധ്യത്തോടുകൂടെ ദൈവവചനത്തിൻ്റെ തെളിമയിൽ സഭയെ മുന്നോട്ട് നയിക്കണമെന്ന് ആഗ്രഹിച്ച് നവീകരണ ആശയങ്ങൾ സഭയിൽ പഠിപ്പിച്ചപ്പോൾ അതുവരെയുള്ള ക്രൈസ്തവ സഭ കേരളത്തിൽ പിന്തുടർന്നു വന്നിരിക്കുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും കുടഞ്ഞെറിയുവാൻ ആഗ്രഹിച്ചു. മരിച്ചവരോടുള്ള പ്രാർത്ഥന, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, മറിയയോടുള്ള പ്രാർത്ഥന, ഇങ്ങനെ നിരവധിയായ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളാലും സഭ മുഖരിതമായിരിക്കുന്ന സന്ദർഭത്തിലാണ് ഏബ്രഹാം മൽപ്പാൻ നവീകരണ സന്ദേശവുമായി മുന്നോട്ട് വന്നത്. അന്നുവരെ സുറിയാനി ഭാഷയിൽ ഉണ്ടായിരുന്ന തക്സ പരിഷ്കരിച്ച് മലയാള ഭാഷയിൽ തക്സ രൂപപ്പെടുത്തുകയും ആ തക്സ ഉപയോഗിച്ച് മാരാമൺ പള്ളിയിൽ ആരാധന നടത്തുകയും ചെയ്ത ഏബ്രഹാം മൽപ്പാൻ മാരാമൺ പള്ളിയിൽ വർഷങ്ങളായി ജനങ്ങൾ വെച്ചാരാധിച്ചിരുന്ന മുത്തപ്പൻ്റെ പ്രതിമയെടുത്ത് കിണറ്റിലെറിഞ്ഞ് വിപ്ലവം സൃഷ്ടിച്ചാണ് നവീകരണം മലയാളി മലങ്കര സഭയിൽ യാഥാർത്ഥ്യമായത്. ശക്തമായ ആ മുന്നേറ്റത്തിൽ പകച്ചുപോയ മലങ്കര സഭ ഏബ്രഹാം മൽപ്പാനെ പുറത്താക്കി. തുടർന്ന് ചില വർഷങ്ങൾ സഭാധികാരം സംബന്ധിച്ച് തർക്കങ്ങളും കോടതി വ്യവഹാരങ്ങളും നടന്നു. ഒടുവിൽ രാജകീയ കോടതിയുടെ വിധി നവീകരണ വിഭാഗത്തിനെതിരായതോടെ മലങ്കര മാർത്തോമാ സുറിയാനി സഭ എന്ന പേരിൽ ഒരു സ്വതന്ത്ര സഭയായി മാറുവാൻ അവർ നിർബന്ധിതരായി. വളരെ കുറച്ച് പള്ളികളും വിശ്വാസ കുടുംബങ്ങളുമായി തുടക്കം കുറിച്ച മാർത്തോമാ സഭയുടെ വളർച്ചയ്ക്ക് അടിത്തറയായി മാറിയത് അവർ ആരംഭിച്ച സുവിശേഷ പ്രസംഗ സംഘമാണ്. ചെങ്ങന്നൂരിനടുത്ത് കല്ലിശ്ശേരി കടവിൽ മാളികയിൽ 12 പേരടങ്ങുന്ന ഒരു സംഘം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർക്ക് ലഭിച്ച ആത്മീയ നിയോഗപ്രകാരമാണ് സുവിശേഷ പ്രചരണ സംഘം ആരംഭിക്കുന്നത്. ആ സുവിശേഷ പ്രചരണ സംഘമാണ് പ്രസിദ്ധമായ മാരാമൺ കൺവെൻഷന് തുടക്കം കുറിക്കുന്നത്. 1895 മാരാമൺ കൺവെൻഷൻ ആരംഭിക്കുന്നത്. അന്നു മുതൽ ഇന്നുവരെ മാരാമൺ മണപ്പുറത്ത് മുഴങ്ങിയ സുവിശേഷ ശബ്ദം, വേദപുസ്തക വചനങ്ങൾ, ആത്മീയ സന്ദേശങ്ങൾ ഒക്കെ മാർത്തോമാ സഭയുടെ അടിത്തറയായി മാറി. ആത്മീയ വളർച്ച അവർക്ക് നൽകിയത് ഈ സമൂഹത്തിലെ പ്രമുഖമായ ഒരു സഭയായി മാർത്തോമാ സഭ വളർച്ച പ്രാപിച്ചത് ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ്. ഇന്ന് സഭയ്ക്ക് ധാരാളം പ്രസ്ഥാനങ്ങളും സാമൂഹ്യ സേവന രംഗത്തുള്ള ഇടപെടലുകളും ധാരാളം പള്ളികളും അങ്ങനെ സമ്പന്നമായൊരു സഭാപിതാക്കന്മാർ തങ്ങൾക്ക് ലഭിച്ച ആത്മീയ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ, ഉറച്ച ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉപേക്ഷിച്ചു പോന്ന അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും പൗരോഹിത്യ മേൽക്കോയ്മയിലേക്കും സഭയെ വീണ്ടും കൊണ്ടെത്തിക്കുവാനുള്ള പരിശ്രമമാണ് ഇന്ന് സഭയുടെ നേതൃത്വത്തിലുള്ള മേൽപ്പട്ടക്കാരിൽ പലരിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് ദുഃഖകരമായ സത്യമാണ്. ഇപ്പോൾ പോപ്പുമായി ഡയലോഗിലേക്ക് സഭ തുടർന്നു പോകുമ്പോൾ ഇതിൻ്റെ അന്തം എന്താകുമെന്ന് സംശയിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ മാർത്തോമാ സഭയിൽ തന്നെ ഉണ്ട്. വൈദികരുടെ കൂട്ടത്തിലും വിശ്വാസികളുടെ കൂട്ടത്തിലും അവരുണ്ട്. എന്നാൽ പുറത്തു നിന്ന ഒരാളെന്നുള്ള നിലയിൽ നമ്മൾക്ക് ആ സഭയുടെ നിലപാടുകളെക്കുറിച്ചോ അല്ലെങ്കിൽ സഭാ ജനങ്ങളുടെ നിലപാടുകളെക്കുറിച്ചോ വലിയ വിമർശനം ഉയർത്തുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ തന്നെ കേരളത്തിലെ ക്രൈസ്തവ നവീകരണ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ മാർത്തോമാ സഭയ്ക്ക് ഉണ്ടാകുന്ന ഒരു അപജയം ഇവിടുത്തെ നവീകരണ ക്രൈസ്തവ സമൂഹത്തിന് ദുഃഖകരമായ ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കട്ടെ. പല കാലങ്ങളിലും മാർത്തോമാ സഭയ്ക്ക് പലവിധമായ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ആത്മീയമായ പ്രതിസന്ധികളാണ് സഭ നേരിട്ടിട്ടുള്ളത് എന്നുള്ളതും പ്രത്യേകതയാണ്. ആദ്യഘട്ടത്തിൽ സഭയ്ക്കുണ്ടായ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് മാർത്തോമാ സഭയ്ക്കകത്ത് പുതിയൊരു നവീകരണ ശ്രമമുണ്ടായി.
അതിന് നേതൃത്വം കൊടുത്തത് കുമ്പനാട്ടച്ചനും മഹാകവി KV സൈമൺ സാറുമായിരുന്നു. ഒടുവിൽ അവർ ബ്രദറൻ ആശയങ്ങളിലേക്ക് പോകുകയും അങ്ങനെ ബ്രദറൻ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അവർ മാറുകയും ചെയ്തു. ആ പ്രതിസന്ധിയെ സഭ ഒരു വിധത്തിൽ അതിജീവിച്ചു എന്ന് പറയാം. പിന്നീടുണ്ടായ പ്രതിസന്ധി എന്ന് പറയുന്ന 1960കളിൽ ഇവാഞ്ചലിക്കൽ സഭ ഉണ്ടാകുന്ന തരത്തിലേക്ക് സഭയിൽ ഒരു പിളർപ്പുണ്ടായി. വളരെ കുറച്ച് ആളുകൾ അങ്ങനെ ഒരു സഭയായിട്ട് മാറ്റപ്പെട്ടു എന്നുള്ളത് സഭ നേരിട്ട മറ്റൊരു പ്രതിസന്ധിയായിരുന്നു. എന്നാൽ ഈ പ്രതിസന്ധികളെല്ലാം സഭയുടെ ആത്മീയ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധികളായിരുന്നു. സഭ അതിൻ്റെ നിലപാടുകളിൽ നിലനിൽക്കുകയും അപ്പോൾ തന്നെ ആത്മീയമായ പുതിയ ഉണർവിലേക്ക് നയിക്കപ്പെട്ടവർ പുതിയ പ്രസ്ഥാനങ്ങളായി മാറ്റപ്പെടുകയും ഒക്കെ ചെയ്തു. എന്നാൽ അത് സഭയ്ക്ക് വലിയ കേടുപാടുകൾ സൃഷ്ടിക്കാതെ സഭ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഭയുടെ നേതൃത്വത്തിന് സാധിച്ചു എന്നുള്ളതും പ്രത്യേകതയാണ്. എന്നാൽ പിന്നീട് വന്നപ്പോൾ കഴിഞ്ഞ ഒരു 25-30 വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ സഭയിൽ നിന്ന് ധാരാളം ആളുകൾ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാണ്. സഭയുടെ 1/3 ഭാഗമെങ്കിലും സഭയിൽ നിന്ന് മറ്റ് പ്രസ്ഥാനങ്ങളിലേക്ക് മാറിപ്പോയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം സഭ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇവിടെ സംഭവിച്ചു പോയത് എന്താണെന്ന് പരിശോധിക്കുമ്പോൾ 1-2 ആശയങ്ങൾ പറയട്ടെ. ഒന്ന്, സഭയിൽ വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ ഒരു സ്വാധീനമുണ്ടായി. ഡോക്ടർ MM തോമസിൻ്റെ നേതൃത്വത്തിലുള്ള ആ ബ്ലാക്ക് തിയോളജി അല്ലെങ്കിൽ ലിബറേഷൻ തിയോളജി ഒക്കെ ആശയപരമായി മുന്നോട്ട് വന്ന ആ വിഷയങ്ങൾ സഭാജനങ്ങളെ വലുതായി സ്വാധീനിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സഭയുടെ ബിഷപ്പുമാരാരും അതിൻ്റെ പുറകെ പോയില്ലെന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ ആശയങ്ങൾക്ക് വൈദികരുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ടായി. വൈദികരുടെ സുവിശേഷ കാഴ്ചപ്പാടിനെ ഫ്രീസ് ചെയ്യുന്നതിലേക്ക് ഈ ആശയങ്ങൾ വ്യാപകമായി പഠിപ്പിക്കപ്പെട്ടു, പ്രചരിപ്പിക്കപ്പെട്ടു. അങ്ങനെ വിമോചന ദൈവശാസ്ത്രത്തിൻ്റെ ആശയങ്ങൾ സഭയെ സുവിശേഷീകരണത്തിൽ നിന്നും അതിൻ്റെ സുവിശേഷ ദർശനത്തിൽ നിന്നും പുറകോട്ട് നയിച്ച ഒരു കാലഘട്ടം ഉണ്ടായി. ഈ കാലഘട്ടത്തിൽ സുവിശേഷ ദർശനമുള്ള അല്ലെങ്കിൽ സുവിശേഷത്തോട് താല്പര്യമുള്ള ജനങ്ങളുടെ ഇടയിൽ ആത്മീയ അനുഗ്രഹങ്ങളും ആത്മീയ താല്പര്യങ്ങളും തേടിയുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അന്വേഷണങ്ങളുടെ ഭാഗമായി ഉണ്ടായതാണ് സഭയിൽ പവർ ഇവാഞ്ചലിസം എന്ന് പറയുന്ന കൂട്ടായ്മകൾ. അങ്ങനെ ഉണ്ടായ കൂട്ടായ്മകൾ വ്യാപകമായി മധ്യ തിരുവിതാംകൂറിൽ പ്രത്യേകിച്ച് മാർത്തോമ സഭയ്ക്കകത്ത് സഭയിലെ വിശ്വാസികളുടെ ഇടയിൽ അൽമായരുടെ ഇടയിൽ വലിയ ഒരു ആത്മീയ ഉണർവിലേക്ക് നയിക്കപ്പെട്ട പ്രസ്ഥാനമാണ്, അവരെ നയിച്ച പ്രസ്ഥാനമാണ് പവർ ഇവാഞ്ചലിസം. ആ പവർ ഇവാഞ്ചലിസത്തെ അതിജീവിക്കുവാൻ അല്ലെങ്കിൽ അതിൻ്റെ ശക്തമായ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്തുവാൻ സഭയ്ക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. പവർ ഇവാഞ്ചലിസത്തിലൂടെ സംഭവിച്ചത് വൈദികർ മുഴുവനും വിമോചന ദൈവശാസ്ത്രത്തിൻ്റെയും മറ്റ് ഭൗതിക കാര്യങ്ങളുടെ പുറകെ പോയപ്പോൾ അല്ലെങ്കിൽ പുതിയ ആശയങ്ങളുടെ പുറകെ പോയപ്പോൾ അവരുടെ പ്രസംഗങ്ങളൊക്കെ ആ നിലയിലേക്ക് ജീവനില്ലാത്ത പ്രസംഗങ്ങളായി മാറ്റപ്പെട്ടപ്പോൾ ജനങ്ങൾ ആത്മീയത തേടി മറ്റ് കൂട്ടായ്മകളിലേക്ക് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാർത്തോമ സഭയിൽ നിന്ന് ആയിരക്കണക്കിന് കുടുംബങ്ങൾ കേരളത്തിലെ പെന്തക്കോസ്ത് സഭകളിലേക്ക് ചേക്കേറുവാൻ മുഖാന്തരമായത് മാർത്തോമ സഭയിലെ വൈദികർക്കുണ്ടായ ആശയപരമായ ഈ വ്യതിയാനം കൊണ്ടാണ് സംഭവിച്ചത് എന്ന് എത്ര പേർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇവിടുത്തെ പെന്തക്കോസ്ത് സഭകളുടെ വളർച്ചയ്ക്ക് ഉണർവിന് മുഖാന്തരമാകത്തക്ക നിലയിൽ മാർത്തോമ സഭയിൽ നിന്ന് വലിയൊരു കുത്തൊഴുക്ക് പെന്തക്കോസ്ത് സഭകളിലേക്കുണ്ടായി എന്ന യാഥാർത്ഥ്യത്തോട് മുഖം തിരിച്ചു നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ മാർത്തോമ സഭയിൽ നിന്ന് ധാരാളം ആളുകൾ പെന്തക്കോസ്തിലേക്ക് പോയി. അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ സഭയ്ക്ക് ശക്തന്മാരായ നേതാക്കന്മാർ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പോലീത്തയെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ സുവിശേഷ ദർശനവും കാഴ്ചപ്പാടും നമുക്കറിയാം. എന്നാൽ അദ്ദേഹത്തിന് ശേഷം വന്ന നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ജനകീയനായ ക്രിസോസ്റ്റം മെത്രാപ്പോലീത്തയുടെ കാലത്താണ് സഭയ്ക്ക് വലിയ അപജയങ്ങൾ ഉണ്ടാകുന്നത്. മെത്രാപ്പോലീത്ത ജനകീയനായിരുന്നു, എല്ലാ വിഭാഗം ജനങ്ങൾക്കും താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പലതും
സഭയുടെ സുവിശേഷ ദർശനത്തോടോ സുവിശേഷ കാഴ്ചപ്പാടിനോടോ വേദപുസ്തകത്തോടോ യോജിച്ചു പോകുന്നതായിരുന്നില്ല. അദ്ദേഹത്തിന് അമൃതാനന്ദമയിയെ കെട്ടിപ്പിടിക്കുന്നതിനോ കൃഷ്ണ വിഗ്രഹത്തിന് മാല ചാർത്തുന്നതിനോ, ഇനിയും ഒരു പടി കൂടെ കടത്തി പറഞ്ഞാൽ സഭയിൽ നിന്ന് പോയ അല്ലെങ്കിൽ മറ്റൊരു വിഭാഗമായ പെന്തക്കോസ്ത് സഭയുടെ കുമ്പനാട് കൺവെൻഷനിൽ പോയി ആ വേദിയിൽ സംസാരിക്കുന്നതിനോ ഒന്നും അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അദ്ദേഹം ആരിലും അടിച്ചേൽപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ സഭാജനങ്ങളിലും വൈദികരിലും ദൈവവചനത്തോടും അതിൻ്റെ തനിമയോടും അതിൻ്റെ ആ പ്യൂരിറ്റിയോടും ഒക്കെ ചേർന്ന് നിൽക്കുവാനുള്ള സഭയുടെ ആ മനോഭാവത്തിന് താഴ്ച വരുവാൻ, അതിൽ നിന്നൊക്കെ മാറിപ്പോകുവാൻ അതൊക്കെ മുഖാന്തരമായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അദ്ദേഹത്തിന് ശേഷം വന്ന ഐറേനിയസിൻ്റെ കാര്യം എടുത്താൽ, ഐറേനിയസ് അതിശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഈ പറയുന്ന സുവിശേഷ ദർശനം ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കിഴക്കിനോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തിയിരുന്ന, അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ, തങ്ങൾ വിട്ടുപോകുന്ന സഭയുടെ ആ പാരമ്പര്യങ്ങളിലേക്ക്, അതിൻ്റെ അധികാര താല്പര്യങ്ങളിലേക്കൊക്കെ ചേർന്ന് നിൽക്കുവാനാണ് പലപ്പോഴും ഐറേനിയസ് തിരുമേനി ശ്രമിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് സഭ കത്തോലിക്ക സഭയുമായിട്ടുള്ള ഡയലോഗ് ആരംഭിച്ചത് എന്നും കൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാലശേഷം ഇപ്പോൾ സഭ കടന്നു പോകുന്ന ഈ സാഹചര്യത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ, ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ ഒരു 30 വർഷത്തിനിടയിൽ സഭയുടെ നേതൃത്വത്തിൽ വന്നവരാരും സഭയെ ആത്മീയമായി പുതിയൊരു പാന്താവിലേക്ക് നയിക്കുവാനായിട്ടോ കുറച്ചുകൂടെ ഉണർവിലേക്ക് നയിക്കുവാനായിട്ടോ ശ്രമിച്ചില്ല. സഭയെ സമ്പന്നമാക്കി, സഭയെ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു പ്രസ്ഥാനമാക്കി മുന്നോട്ട് കൊണ്ടുപോയി ഭരണപരമായ മികവ് പുലർത്തി. ഇതെല്ലാം യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ സഭയുടെ അടിസ്ഥാന ദർശനങ്ങളിൽ നിന്ന്, സുവിശേഷ താല്പര്യങ്ങളിൽ നിന്ന്, വേദപുസ്തകത്തോടും അതിൻ്റെ ആശയങ്ങളോടുമുള്ള ആ ആത്മാർത്ഥതയിൽ നിന്ന് സഭ പുറകോട്ട് പോയി. അതിന് ഈ നേതൃത്വം കാരണമായി തീർന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. മാർത്തോമാ സഭ ഇപ്പോൾ അതിൻ്റെ 8 ബിഷപ്പുമാർ കത്തോലിക്ക സഭയുടെ ആസ്ഥാനത്ത് വത്തിക്കാനിൽ ചെന്ന് മാർപ്പാപ്പയുമായി ഡയലോഗ് നടത്തി. അവർ ആ ഡയലോഗിൻ്റെ അടുത്ത പരിണിതി എന്താണ് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. സഭ ഒരു ഐക്യത്തിലേക്ക് എത്തണം എന്നുള്ളതാണ് പോപ്പിൻ്റെ ആഗ്രഹം. അതിനോട് ചേർന്ന് നിൽക്കുവാനാണ് ഇപ്പോഴത്തെ ബിഷപ്പുമാർ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ആയുസ്സിൽ തന്നെ ഈ ബിഷപ്പുമാരുടെ കാലത്ത് കത്തോലിക്ക സഭയുടെ ഒരു റീത്തായി മാർത്തോമാ സഭ മാറ്റപ്പെടുമോ എന്ന് സംശയിച്ചാൽ അതിൽ അതിശയോക്തി വിചാരിക്കേണ്ടതില്ല. അങ്ങനൊരു ഗതികേട് സഭയ്ക്കുണ്ടാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ.